ചെമ്പനിപ്പ് സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന ഒരു എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ. ഇന്നലെ പറഞ്ഞതിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഇന്നലത്തെ റിവ്യൂ കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാവേ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. സുധിക്ക് കത്തെല്ലാം അയച്ചിരിക്കുന്നത് സച്ചിയാണെന്ന് പറഞ്ഞിട്ട് സച്ചിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി സുധിയും ചന്ദ്രയും കൂടി ചേർന്ന് സച്ചിയെ വിളിച്ചു വരുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ സച്ചിയെ സമാധാനപ്പെടുത്തിയിട്ട് താൻ കൂട്ടിക്കൊണ്ടുവരാ എന്ന് പറഞ്ഞിട്ടാണ് രേവതി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോഴേക്കും നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് വരുന്നുണ്ട്. സച്ചിയെ കണ്ടോടനെ തന്നെ രേവതി ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ ഫോൺ ചെയ്തിട്ട് എടുക്കാഞ്ഞ എന്നുള്ള കാര്യം. ഞാന് വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയായിരുന്നു രേവതി. അല്ല, നീ എങ്ങോട്ടാ പോവാൻ വേണ്ടി ഇറങ്ങിയത്? ഞാൻ നിങ്ങളെ തേടി ഇറങ്ങിയത് തന്നെയാണ്. ഈ സമയത്ത് അങ്ങനെ നീ എന്നെ അന്വേഷിച്ച് ഇറങ്ങേണ്ടതല്ലോ. എന്താ നിനക്ക് പെട്ടെന്ന് എന്നോട് വലിയൊരു സ്നേഹം? എന്നെ കാണാതിരിക്കാൻ വേണ്ടി നിനക്ക് പറ്റുന്നില്ലേ? എന്തായാലും ഞാൻ വന്നല്ലോ, ഇനി നമുക്ക് രണ്ടുപേർക്കും കൂടി ചേർന്നിട്ട് എവിടെയെങ്കിലും പുറത്തു പോയിട്ട് വന്നാലോ എന്ന് ചോദിക്കുമ്പോ നമ്മൾ രണ്ടുപേരും മൊത്തത്തിൽ ഇവിടുന്ന് പുറത്തു പോകേണ്ട അവസ്ഥയാണ്. എന്താ രേവതി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോ വീട്ടില് ഒരു പഞ്ചായത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇവിടെ സാധാരണയായിട്ട് നടക്കുന്നതാണല്ലോ, പുതിയ കാര്യമൊന്നുമല്ലല്ലോ. എന്താ അമ്മ വല്ലതും പറയാണോ? അമ്മയൊന്നുമല്ല, നിങ്ങളുടെ ചേട്ടനാണ്. അവനങ്ങനെ പഞ്ചായത്തൊന്നും ചെയ്യുന്ന ആളല്ലല്ലോ. എന്താ അവന്റെ പ്രശ്നം? അവന്റെ കടയിൽ വീണ്ടും ആരെങ്കിലും പണം എന്തെങ്കിലും മോഷ്ടിക്കുകയോ എന്തോ ചെയ്തോ? അതൊന്നുമല്ല സച്ചേട്ടാ, ഞാൻ പറയുന്നത് സച്ചേട്ട സമാധാനത്തോടു കൂടി കേൾക്കണം, ദേഷ്യപ്പെടരുത്. അപ്പോ ദേഷ്യപ്പെടേണ്ട എന്തോ ഒരു കാര്യമാണ് പറയാൻ വേണ്ടി പോകുന്നത്. എന്തായാലും നീ പറയേ. കുറച്ചു നാളായിട്ട് നിങ്ങളുടെ ഏട്ടന് ആരോ ലെറ്റർ അയക്കുന്നുണ്ട്, അതും പേരും ഓരോന്നും അറിയാതെ. അല്ലെങ്കിലും ഇവനൊക്കെ ആരാണ് ലെറ്റർ അയക്കാൻ വേണ്ടി പോകുന്നത്? ഞാൻ പറയുന്നത് സച്ചേട്ടാ, നിങ്ങളൊന്ന് സമാധാനത്തോടു കൂടി കേക്ക്. സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ, ഒന്ന് ക്ഷമിക്കണം കേട്ടോ എല്ലാവരും. ആ ലെറ്ററിനകത്ത് എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ ഏട്ടനെ ചുറ്റിയിരിക്കുന്ന ആൾക്കാർ കാരണം ഏട്ടന് പ്രശ്നം ഉണ്ടാകാൻ വേണ്ടി പോകുന്നു, പിന്നെ അമ്മയ്ക്ക് അറ്റാക്ക് വരുന്നു, അതുപോലെ തന്നെ നിങ്ങളുടെ ഏട്ടൻ സൂയിസൈഡ് ചെയ്യുന്നുള്ള കാര്യമൊക്കെയാണ് കത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ആരെ എഴുതിയെന്നുള്ള കാര്യം സച്ചി ചോദിക്കുവാണേ. എന്നാലും ഇതിനൊക്കെ അവൻ ഭയപ്പെടുന്നുണ്ടല്ലോ, അതെല്ലാം ശരി തന്നെയാണ്. എന്നാ സച്ചിയേട്ടാ, നിങ്ങളുടെ ഏട്ടൻ പറയുന്നത് ആ ലെറ്ററൊക്കെ അയച്ചിട്ട് നിങ്ങളുടെ ഏട്ടനെ ഭയപ്പെടുത്തുന്നത് നിങ്ങളാണെന്നാ പറയുന്നത്. എന്ത്, ഞാനോ? അതാണ് നിങ്ങളുടെ ഏട്ടൻ എല്ലാവരുടെ അടുത്തും അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അമ്മയും അവിടെ കിടന്ന് നിലവിളിക്കുന്നുണ്ട്. നമ്മൾ രണ്ടുപേരെടുത്തും പുറത്തു പോകാനാ പറഞ്ഞത്. അവൻ എന്താ രേവതി വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? അവൻ പിന്നെ യമുന റാണിയല്ലേ അവനെ ലെറ്റർ എഴുതി അയക്കാൻ വേണ്ടിയിട്ട്. അവൻ എവിടെയാ ഉള്ളത്? ഉള്ളിൽ തന്നെ ഇല്ലേ? ഞാൻ അവനെ ശരിയാക്കായെന്ന് പറഞ്ഞിട്ട് സച്ചി പോകുന്ന സമയത്ത് പിടിച്ചു നിർത്തിയിട്ട് ഇതുകൊണ്ടാണ് ഞാൻ സമാധാനമായിട്ട് കേൾക്കാൻ വേണ്ടി നിങ്ങളടുത്ത് പറഞ്ഞത്. ഇത് കേട്ടിട്ട് രേവതി, ഞാൻ എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കുക? സച്ചേട്ടാ, നിങ്ങളുടെ ഏട്ടൻ എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്തായാലും ഇങ്ങനത്തെ കാര്യമൊന്നും ചെയ്യില്ല ആളല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരടുത്ത് കുറച്ച് സമാധാനപരമായിട്ട് നിങ്ങളല്ല ഇത് ചെയ്തതെന്നുള്ള കാര്യം പറയണം. ഇവരടുത്തേക്ക് എന്തിനാണ് സമാധാനപരമായിട്ട് സംസാരിക്കുന്നത്? കുറച്ചു നാളായിട്ട് എന്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. കുറച്ചു നാളായിട്ട് അവന് അടി കിട്ടിയിട്ടില്ല. ഇന്ന് ഞാൻ അവൻ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നുള്ള കാര്യം കാണിച്ചു തരാ എന്ന് പറഞ്ഞു സച്ചി ഭയങ്കര ദേഷ്യത്തില് ഉള്ളിലേക്ക് അങ്ങ് കയറുന്നുണ്ട്. രേവതി ആണെങ്കിൽ സച്ചിയുടെ നിൽക്കുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാതെ അങ്ങ് കേറി പോവാണ് കേട്ടോ. രവിയാണെന്നുണ്ടെങ്കിൽ എന്തിനാ സുധി വീട്ടില് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെന്നോ? അച്ഛാ, ഞാനാണോ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? ആ സച്ചിയാണ് ഇത്രയും നാളെ എന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഒരു സംശയം വേണ്ടടാ, അവൻ തന്നെയായിരിക്കും ഇത് ചെയ്തതെന്ന് ചന്ദ്രയും സുധിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. ഇത് നോക്ക് രവിയേട്ടാ, അവര് കാരണം എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അവൻ വന്ന ഉടനെ തന്നെ രണ്ടുപേരെ ഇവിടുന്ന് പിടിച്ച് പുറത്താക്കണം. ചന്ദ്രൻ, നിന്റെ ബുദ്ധി എന്താ ഇങ്ങനെയായി പോയത്? എന്താ സംഭവിച്ചെന്നുള്ള കാര്യം അറിയ പോലുമില്ല. അതിനു മുമ്പ് അവരെ പിടിച്ച് പുറത്താക്കാനാ നീ പറയുന്നത്? ഇതെന്തായാലും സച്ചി തന്നെയായിരിക്കും രവിയേട്ട ചെയ്തതെന്നുള്ള കാര്യം ചന്ദ്ര ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുവാണ്. ഇന്ന് അവൻ വരട്ടെ, അവനെ ശരിയാക്കി കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് സുധി അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എടാ ഓടിപ്പോയെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങോട്ട് വരുന്നത്. സച്ചിയുടെ ഒച്ചയും ആ വരവൊക്കെ കാണുമ്പോഴേക്ക് തന്നെ സുധിക്ക് ഭയമാവുന്നുണ്ട്. ഇരുന്നിടത്തുനിന്ന് അങ്ങ് എഴുന്നേക്കുവാണ്. സച്ചി വന്നിട്ട് നിനക്ക് കിട്ടിയതൊന്നും പോരട, നിന്റെ വായെന്ന് തല്ലി ശരിയാക്കുന്നൊക്കെ പറഞ്ഞിട്ട് പുറകെ ഓടുവാണ് കേട്ടോ ചെയ്യുന്നത്. സുധിയാണെങ്കിൽ പേടിച്ചിട്ട് ആദ്യം ചന്ദ്രയുടെ പുറകിൽ നിൽക്കുന്നു, പിന്നെ ശ്രുതിയുടെ പുറകിൽ നിൽക്കുന്നു, അത് കഴിഞ്ഞ് ഓടുന്നു, അങ്ങനെ ഓരോന്ന് കാണിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് സച്ചി നിർത്തുന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ രവി കുറച്ച് സ്ട്രോങ് ആയിട്ട് പറയുമ്പോൾ സച്ചി അങ്ങ് നിൽക്കുവാണ്. എന്തൊക്കെ ഈ കാണിച്ചു കൂട്ടുന്നെന്ന് രവി ചോദിക്കുമ്പോ, അച്ഛ അവൻ പറഞ്ഞത് കേട്ടില്ലേ, അവനെന്തോ മുട്ടക്കടലാസ് വന്നു എന്നുള്ള കാര്യം. എന്നിട്ട് അതെല്ലാം ചെയ്തത് ഞാനാണെന്നാണ് അവൻ പറയുന്നത്. നീ തന്നെയല്ലടാ എന്നെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്തെന്നുള്ള കാര്യം ചോദിക്കും. എടാ, എനിക്കങ്ങനെ പിന്നിൽ നിന്ന് കുത്തുന്നൊന്നും അറിയില്ല. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സച്ചി അത് നേരിട്ട് തീർക്കും. അല്ല, നീ എന്നെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്, എന്നോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട്. നിന്നോടുള്ള ദേഷ്യം തീർക്കാനാണെന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ നേരിട്ട് ചവിട്ടി മേടിക്കും. എടാ ബോഡി ഗാർഡ്, നീ എന്താണ് നോക്കി നിൽക്കുന്നത്? ഇതിനു വേണ്ടിയിട്ടാണോടാ നിനക്ക് ഞാൻ 20 മുട്ടയും ഒരു കോഴി മൊത്തത്തിൽ മേടിച്ചോണ്ട് വന്നിരിക്കുന്നത്? സോറി ബോസ്, ഇത് നിങ്ങളുടെ കുടുംബകാര്യമാണ്, ഇതിൽ ഞാൻ പറയാതെ ഇടപെടില്ല എന്നാണ് ബോഡി ഗാർഡ് പറയുന്നത്. ഞാൻ പറയല്ലേ, നീ അവനെ എടുത്തിട്ട് പുറത്ത് കളയാൻ വേണ്ടിയിട്ട് സുധി ബോഡി ഗാർഡിന്റെ അടുത്ത് ആവശ്യപ്പെടുവാണ്. നിനക്ക് കിട്ടിയത് പോരാ അല്ലടാ എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് സച്ചി സുധിയുടെ അടുത്തേക്ക് പോകുമ്പോഴേക്ക് സുധിയാണെന്നുണ്ടെങ്കിൽ ബോഡി ഗാർഡിന്റെ പുറകിൽ പോയി നിൽക്കുവാണേ. ബോഡി ഗാർഡിന്റെ മുമ്പിൽ എത്തുന്ന സമയത്ത് സച്ചിയാണെങ്കിൽ ഈ ബോഡി ഗാർഡിന്റെ അടിപൊളി ഒന്ന് നോക്കുന്നുണ്ട്. സച്ചിയുടെ ആ നിപ്പ് കാണുമ്പോൾ സുധി വിചാരിക്കുന്നത് ബോഡി ഗാർഡിനെ കണ്ട് പേടിച്ചിട്ട് സച്ചി അവിടെ അങ്ങനെ നിൽക്കുവാണെന്നാണ്. എടാ, നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുള്ള കാര്യം എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ബോഡി ഗാർഡിനെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നത്.
ഇവൻ ഒരാൾ മാത്രം മതി 10 പേരെ തൂക്കിയെടുത്ത് എറിയും. ഇതെല്ലാം കാണുമ്പോൾ രേവതിക്കും അതുപോലെ തന്നെ ശ്രുതിക്കും നല്ല പേടിയാവുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ ശ്രുതി വേണ്ട എന്നൊക്കെ ഇങ്ങനെ അവിടുന്ന് പറയുന്നുണ്ട്. നീ ഇവനെ മറികടന്നിട്ട് എന്റെ അടുത്തേക്ക് ഒന്ന് വന്നിടാന്നുള്ള കാര്യം ശ്രുതി വെല്ലുവിളിക്കുന്നതാണ്. അപ്പോഴേക്കും നമ്മുടെ രേവതി ആണെങ്കിൽ സച്ചിയേട്ടാ വേണ്ട ഇങ്ങോട്ട് വാ എന്ന് പറയണേ. നിക്ക് രേവതി, എടാ മാറി നിക്കടാ എന്ന് പറയണേ ബോഡിഗാർഡിന്റെ അടുത്ത് സച്ചി. നിങ്ങൾ എന്റെ ബോസിനെയാണോ അടിക്കാൻ വേണ്ടി പോകുന്നത്? ഞാനുള്ളപ്പോ അതൊന്നും നടക്കില്ല. എടാ സുധി, സ്വന്തം വീട്ടിലേക്ക് മറ്റുള്ള ആൾക്കാരെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണോ? അവനെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് രവി പറയുന്നുണ്ടെങ്കിലും അച്ഛ അങ്ങനെയൊന്നും പറഞ്ഞു വിടാൻ വേണ്ടി പറ്റില്ല. തുടർന്ന് ശ്രീകാന്ത് പറയുന്നത് സുധിയേട്ടാ ഇത് നമ്മുടെ വീട്ടിലെ പ്രശ്നമാണ് എന്നുള്ള കാര്യമാണ്. ഇവനൊന്നും എന്റെ സ്വന്തക്കാരനൊന്നുമല്ല. ഇവൻ എന്നെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് ലെറ്റർ അയച്ചവനല്ലേ. ഇവനൊന്നും ചുമ്മാ വിടാൻ വേണ്ടി പറ്റില്ല. എടാ എന്ന് പറഞ്ഞിട്ട് സുധിക്ക് നേരെ ചെല്ലുമ്പോഴേക്കും ബോഡി ഗാർഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സച്ചിയുടെ ഷോൾഡറിന്റെ അവിടെ ഇങ്ങനെ പിടിച്ചു നിർത്തുവാണ്. എന്റെ ബോസിന്റെ നേർക്ക് കൈ പൊങ്ങിയാലുണ്ടല്ലോ പിന്നെ ഞാൻ ബാക്കി വെച്ചേക്കില്ല നിങ്ങളെ എന്ന് പറയാണ് സച്ചിയുടെ അടുത്ത്. എടാ മര്യാദയ്ക്ക് കൈയെടുത്തോ, വെറുതെ ആവശ്യമില്ലാതെ ഇടങ്കോലിടാൻ വേണ്ടി ശ്രമിക്കണ്ടെന്ന് സച്ചി ബോഡി ഗാർഡിന്റെ അടുത്ത്. പക്ഷെ അവിടെ എന്താ നടക്കാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം ആലോചിച്ചിട്ട് ഭയന്ന് നിൽക്കുവാണ് ശ്രുതിയും രേവതിയും എല്ലാവരും. എടാ നിന്റെ വിരട്ടലൊക്കെ എന്റെ അടുത്ത് മാത്രം മതി. നിനക്ക് എന്റെ ആളെ കുറിച്ചിട്ട് ശരിക്കും അറിയില്ല. അവനെ നിനക്ക് നല്ലോണം ഒന്നും തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നീ എഴുന്നേക്കാൻ വേണ്ടിയിട്ട് 4 ദിവസം എടുക്കും. എടാ കൈയെടുക്കടാ എന്ന് സച്ചി പറയുന്നുണ്ടെങ്കിലും നീ എന്താ ബോഡി ഗാർഡെ നോക്കി നിൽക്കുന്നത്? 2 എണ്ണം അവന് പൊട്ടിച്ചങ്ങ് കൊടുക്കുക എന്ന് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ സച്ചി അങ്ങോട്ട് അടി അങ്ങ് തുടങ്ങുവാണ്. ബോഡി ഗാർഡിന്റെ കൈയാണെങ്കിൽ സുധിയുടെ മേലെ ചെന്നിട്ടിട്ട് സുധി ഒരു മഴിവാവുന്നുണ്ട്. സച്ചിയുടെ 4 അടി കൊള്ളുമ്പോഴേക്കും ബോഡി ഗാർഡും ഒരു വശത്തേക്ക് അങ്ങ് ചെന്ന് വീഴുവാണേ. പന പോലെ നിൽക്കുന്ന ആ മനുഷ്യൻ താഴെ വീണത് എല്ലാവരും ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കുന്നുണ്ട്. രേവതിയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി റിവൈൻഡ് അടിച്ച് നോക്കുവാണ് കേട്ടോ എന്താ സംഭവിച്ചെന്ന്. കാരണം അടി പെട്ടെന്നായിരുന്നല്ലോ സച്ചിയുടേത്. അതുകൊണ്ട് വ്യക്തമാവാത്തത് കൊണ്ട് തന്നെ ഒന്നും കൂടി റിവൈൻഡ് ചെയ്ത് നോക്കുന്നുണ്ട്. അതിൽ കറക്റ്റ് നമ്മുടെ സച്ചി അവനിട്ട് പൊട്ടിക്കുന്നതും അവന്റെ കൈ കൊണ്ടിട്ട് സുധി അവിടെ തറയിൽ വീഴുന്നതൊക്കെ കാണുന്നുണ്ടേ. ബോഡി ഗാർഡ് വീണതോട് കൂടിയിട്ട് നമ്മുടെ സുധിയുടെ പത്തി അങ്ങ് താഴുവാണ്. അവിടെ നിൽക്കുന്ന എല്ലാവരും നമ്മുടെ ബോഡി ഗാർഡിനെ നോക്കുന്നു, താഴെ കിടക്കുന്ന അതുപോലെ തന്നെ സച്ചിയെ ഇങ്ങനെ മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുവാണേ. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ബോഡി ഗാർഡ് ആണെങ്കിൽ എഴുന്നേറ്റിരുന്ന് കുട്ടികൾ കരയുന്നത് പോലെ കരയുവാണേ. ഇതെവിടുന്ന സൗണ്ട് എന്നുള്ള രീതിയിൽ സുധി നോക്കുന്ന സമയത്ത് ബോസ് എന്നെ അടിച്ചു എന്ന് പറയാണ്. അങ്ങനെ കരയുന്നത് കാണുമ്പോ അയ്യേ എന്നുള്ള മട്ടിൽ നിൽക്കുവാണ് കേട്ടോ എല്ലാവരും. രേവതിക്കാണെങ്കിൽ ചിരി അടക്കാൻ വേണ്ടി പറ്റുന്നില്ല. തുടർന്ന് സുധി ചോദിക്കുന്നുണ്ട് മല പോലെ നിന്ന് നീ എന്താടാ കുഞ്ഞുങ്ങളെ പോലെ കിടന്ന് കരയുന്നത്? എന്നെ ബോസ് അവൻ അടിച്ച് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ പോലെ കരഞ്ഞോണ്ടിരിക്കുവാണ്. എടാ ഇതാണോടാ നിന്റെ ബോഡി ഗാർഡ്? കുഞ്ഞു കുട്ടികളെ പോലെ കിടന്ന് കരയുന്നു. മനുഷ്യനെ നാണം കെടുത്തുന്നു. എഴുന്നേക്കടാ എഴുന്നേക്കടാ എന്ന് പറഞ്ഞ് ബോഡി ഗാർഡിനെ പിടിച്ച് വലിച്ചും കണ്ട് തള്ളി പറഞ്ഞുവിടുവാണ് കേട്ടോ സുധി. അവിടുന്ന് പോകുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട് നാളെ എത്ര മണിക്കാണ് ബോസ് വരേണ്ടത് എന്നുള്ള കാര്യം. കടയുടെ പരിസരത്ത് നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ കൊല്ലുവാടാ പോടാ എന്ന് പറഞ്ഞിട്ട് ഓടിക്കാനിട്ട് സുധി അവിടുന്ന്. ഇവനെയാണല്ലോ ഞാൻ വിശ്വസിച്ചത്. അപ്പോഴേക്കും രേവതി ആണെങ്കിൽ ചിരിക്കുവാണ് കേട്ടോ. രേവതിയുടെ ചിരി കണ്ടിട്ട് സുധിക്കും തല പൊക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുവാണ്. സുധി ഉള്ളിലേക്ക് കയറി വരുമ്പോഴേക്കും ഡാ എന്ന് പറഞ്ഞ ഒറ്റ വിളിയുവാണ്. എന്താണെങ്കിലും നമുക്ക് സംസാരിച്ച് തീർക്കടാ എന്ന് പറയുന്നുണ്ട് കേട്ടോ സച്ചിയുടെ അടുത്ത്. നീയല്ലടാ എന്നെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് ലെറ്റർ അയച്ചു തന്നത്. നീ ലെറ്റർ കൊടുത്ത ആള് എല്ലാ കാര്യങ്ങളും എന്റെ അടുത്ത് തുറന്നു പറഞ്ഞു. അതാടാ ചോദിച്ചത് ആരാടാ നിന്റെ അടുത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞത്? നീയല്ലേ ലെറ്റർ കൊടുത്തത്? അവൻ തന്നെയാണ് എല്ലാ കാര്യവും പറഞ്ഞത്. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലടാ ഞാനല്ല ലെറ്റർ തന്നെ എന്നുള്ള കാര്യം. നിനക്കത് പറഞ്ഞ മനസ്സിലാവില്ലടാ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് സച്ചി കൈ ഒങ്ങുമ്പോഴേക്ക് ശ്രുതി പേടിച്ചിട്ട് ശ്രുതിയുടെ പുറകെ പോയി നിൽക്കുവാണ്. രവി ആണെങ്കിൽ നിർത്തടാ എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഞാൻ ചെയ്യേണ്ടത്? ഞാൻ തന്നെ ട്രിപ്പ് ഇല്ലാത്തതിന്റെ പേരിൽ കഷ്ടപ്പെട്ടുകൊണ്ട് ഓട്ടോ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്കാണ് കത്ത് എഴുതി വിടുന്നത്. എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ എന്ന് കരുതിയിട്ട് എല്ലാത്തിനും കൈ ഒങ്ങുന്നത് എന്തിനാണടാ? പിന്നല്ലാതെ വെച്ചാ ചെയ്യാത്ത തെറ്റ് ചെയ്തു എന്നുള്ള കാര്യം പറഞ്ഞു ഞാൻ ദേഷ്യം വരില്ലേ? അതുമാത്രമല്ല ചെയ്ത തെറ്റ് മറ്റാരെങ്കിലും ചൂണ്ടിക്കാണിക്കുന്ന സമയത്തും ദേഷ്യം വരും. എനിക്കും നിന്റെ മേൽ തന്നെയാണ് സംശയമുള്ളത്. ഉറപ്പാണ് നീ തന്നെ ഇത് ചെയ്തതെന്ന്. ഭാര്യയും ഭർത്താവും കൂടി ചേർന്നിട്ടാണല്ലേ ഇതെല്ലാം ഒപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചന്ദ്ര. അതിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് അറ്റാക്ക് വരും എന്നുള്ള കാര്യം എഴുതിയിട്ടുണ്ട്. ഞാൻ മരിച്ചു കാണണോ നിങ്ങൾക്ക്? നിങ്ങൾ രണ്ടുപേരും എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്ര കിടന്ന് ഒച്ച എടുക്കുവാണേ. ഇത് കേട്ട വർഷയാണെന്നുണ്ടെങ്കിൽ ആന്റി ഇങ്ങനെ ഒച്ചയെടുത്ത് സംസാരിക്കരുത്. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും ആന്റിക്ക് അറ്റാക്ക് വരും. വർഷേ നീ ഒന്ന് ചുമ്മാതിരിക്കേ. വർഷ പറയുന്നത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രയ്ക്ക് നല്ല പേടിയുണ്ട്. സുധിയേട്ടാ സച്ചിയേട്ടൻ പറഞ്ഞല്ലോ സച്ചിയേട്ടനല്ല ഇത് ചെയ്തതെന്നുള്ള കാര്യം. അല്ലടാ അവൻ തന്നെയാണ്. അവൻ കള്ളം പറയുന്നതാണെന്ന് സുധി ഉറച്ചു നിൽക്കുവാണ്. എന്നാ രേവതി പറയുന്നുണ്ട് അങ്ങനെ മറ്റുള്ളവരുടെ കുഴപ്പമില്ലാതാക്കിയിട്ടൊന്നും ജീവിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. സച്ചിയേട്ടൻ ഒരിക്കലും ഇങ്ങനത്തെ കാര്യം ചെയ്യില്ല എന്ന് പറയാണ്. ഇല്ല ഇവൻ തന്നെയാണ് ചെയ്തത്. ഇവൻ മാത്രമേ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. എന്റെ കട പൂട്ടിക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് ഇവൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാനല്ലടാ പറഞ്ഞത് നിന്റെ അടുത്ത് ഞാനിത് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം. അത് മാത്രമാണോ ആ കട പറഞ്ഞു തന്നത്? ആരാടാ നിനക്ക്? പൗഡർ എടുത്ത് എന്തിനാണ് ഇവൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തത്? നടന്നത് എന്താണെന്ന് വെച്ചാൽ അത് പറയാൻ വേണ്ടിയിട്ട് ശ്രുതിയുടെ അടുത്ത് പറയാൻ വേണ്ടി പറയാണ്. അത് എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഉരുണ്ട് കളിക്കുന്ന സമയത്ത് രവി പറയുന്നുണ്ട് ശ്രുതി എന്താണ് കാര്യം എന്ന് വെച്ചാൽ പറയാൻ വേണ്ടിയിട്ട്.
അങ്ങനെ അമ്പലത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം ശ്രുതി പറയുന്നുണ്ട്. ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാകും കേട്ടോ. അവസാനമായിട്ട് ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം. അയാളാണോ എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട് ശ്രുതി അങ്ങോട്ട് പറയുന്ന സമയത്താണ് ഇതാണ് ആള് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നത്. ഇതാണ് അങ്കിൾ നടന്നതെന്ന് ശ്രുതി പറയുന്ന സമയത്ത് ഓ ഇതാണോ മാറ്റർ, എടാ അവൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിൽ നീ എന്തായിരുന്നടാ ചെയ്യേണ്ടിയിരുന്നത്? നേരെ നീ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവര് 4 എണ്ണം പൊട്ടിച്ചിട്ട് അവനെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കില്ലായിരുന്നോടാ. അല്ലടാ, അയാള് സിനിമന്റെ പേര് പറഞ്ഞു, അങ്ങനെ 1000 പടങ്ങളുണ്ട്, അതില് എന്റെ പേര് മാത്രമാണോടാ നിനക്ക് ഓർമ്മ വന്നത്? ഭാഗ്യം വെച്ചാ അച്ഛന്റെ പേര് ഉള്ള പടം എന്തായാലും ഓർമ്മ വരാണ്ടിരുന്നത്, അല്ലെങ്കിൽ അച്ഛനാണ് ഇത് ചെയ്തതെന്നുള്ള കാര്യം സുധിയേട്ടൻ പറയായിരുന്നു എന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട്. ഇവൻ തന്നെ ആയിരിക്കും അത് ചെയ്തതെന്നുള്ള കാര്യം സുധി വീണ്ടും പറയുന്ന സമയത്ത് എടാ അടിച്ച് ഞാൻ പല്ല് താഴെ കൊഴിച്ചിടും, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. അതിനിടയ്ക്ക് രേവതി ആണെങ്കിൽ സച്ചേട്ടാ നിങ്ങളുടെ ഏട്ടൻ പറയുന്നത് കേട്ടിട്ട് എനിക്ക് ഒരു കാര്യം തോന്നുന്നുണ്ട്. സച്ചേട്ടാ നിങ്ങളുടെ ഏട്ടൻ അവസാനമായിട്ട് അമ്പലത്തിൽ വെച്ചിട്ട് സംസാരിച്ചില്ലേ, അയാൾ തന്നെയായിരിക്കും നിങ്ങളുടെ ഏട്ടന് ഊമൊക്കെ തഴിച്ചിട്ടുണ്ടാവുക. അത് രേവതി പറഞ്ഞ സത്യമാണല്ലോ, അതുകൊണ്ട് തന്നെ ശ്രുതിക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ട്. അതെ അവൻ തന്നെയായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക. എടാ നിന്നെ അമ്പലത്തിലേക്ക് വിളിച്ചിട്ട് അവൻ നിന്നെ കണ്ട് സംസാരിച്ചു, അവൻ മറ്റെന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എടാ ആ അമ്പലത്തിൽ വെച്ചിട്ട് തന്നെ നീ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ അവന് 4 എണ്ണം കൊടുത്തിട്ട് അവനെ കൊണ്ട് സത്യം പറയിപ്പിക്കില്ലായിരുന്നോ? ഇത് കേട്ട് രവിയും പറയുന്നുണ്ട് എടാ സുധി, സച്ചി പറഞ്ഞതുപോലെ തന്നെ നിനക്ക് ഫോൺ ചെയ്തിട്ട് സച്ചി അങ്ങോട്ട് വിളിച്ചുകൂടായിരുന്നോ? അല്ല രവേട്ട, എനിക്ക് തോന്നുന്നു ഇവൻ തന്നെയായിരിക്കും ഇത് ചെയ്തതെന്നുള്ള കാര്യം. അമ്മ ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ വിശ്വാസമാവുന്നില്ല? സച്ചേട്ടൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ വീട് രേവതി, ഞാൻ ചെയ്യാത്ത തെറ്റ് ചെയ്തു എന്നുള്ള കാര്യം പറയുന്നത് ഇവർക്കും പുതിയ കാര്യമല്ല. ഞാൻ ചെയ്യാത്ത തെറ്റിന് എന്റെ മേലെ പഴിയിടുന്നത് ഇവനും പുതിയതായിട്ടുള്ള കാര്യമല്ല. അത് കേൾക്കുമ്പോഴേക്ക് ചന്ദ്രൻ അങ്ങ് ഒതുങ്ങുന്നുണ്ട് കേട്ടോ. രവിയാണെന്നുണ്ടെങ്കിൽ ശരി ഇത് ഇങ്ങനെ തന്നെ വിട്ടേക്ക്, സച്ചി തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം നിന്റെ അടുത്ത് പറഞ്ഞില്ലേ, പിന്നെ അച്ഛാ എനിക്ക് ആരാണ് ഈ ലെറ്റർ അയച്ചത്? അത് കേട്ട ഉടനെ തന്നെ നീ അമ്പലത്തിൽ കണ്ടവൻ എങ്ങനെയുള്ള ആളാണെന്ന് ചോദിക്കുകയാണേ. അപ്പോഴൊക്കെ ചങ്കടിക്കുന്നത് മൊത്തം ശ്രുതിയുടേതാണ്. അത് കേട്ടിട്ട് ശ്രുതി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോ എടാ നിന്റെ അടുത്തണ്ടാ ഞാൻ ചോദിച്ചെന്ന് പറയണേ. അയാള് ഒരു സ്വാമിയെ പോലെ ഉണ്ടായിരുന്നത്, നാട്ടില് ഇഷ്ടം പോലെ കള്ളസ്വാമികളുണ്ട്, അവരെ നീ വിശ്വസിച്ചല്ലോ. ഒരുപക്ഷെ ശ്രുതിയേട്ടാ നിങ്ങളെ ഭയപ്പെടുത്തിയിട്ട് ആരെങ്കിലും പണം തട്ടാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതുവരെ ആരും പണം ചോദിച്ചിട്ട് വന്നിട്ടില്ലല്ലോ എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്. അത് കറക്റ്റാണ്, അവര് പണത്തിന് വേണ്ടിയിട്ടല്ല ചെയ്യുന്നെങ്കിൽ ഇതിന്റെ ഇടയിൽ മറ്റെന്തോ വിഷയമുണ്ട്. എടാ നിന്നെ ഒരുത്തൻ ലെറ്റർ എഴുതി വരട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നല്ലേ അതിനർത്ഥം എന്ന് സച്ചി ചോദിക്കുമ്പോ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാ? നീ ചെയ്യാത്ത എന്തെങ്കിലും തെറ്റുണ്ടോ? ഒന്നെങ്കിൽ നീ തെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിന്റെ കൂടെയുള്ള ആരോ തെറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് അതിനർത്ഥം. ശ്രുതിക്ക് ടെൻഷനായിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. സച്ചി പറഞ്ഞത് കേട്ട ഉടനെ തന്നെ കറക്റ്റ് ആണ് സച്ചിയേട്ടൻ പറഞ്ഞത്. ഞാന് ഒരു നോവലിൽ വായിച്ചിട്ടുണ്ട്, ഇതുപോലെ ലെറ്റർ അയക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവര് മുമ്പ് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടാകും, അത് അറിഞ്ഞുകൊണ്ടായിരിക്കും അവര് ലെറ്റർ അയക്കുന്നത്. അങ്ങനെ വരട്ടാൻ മാത്രം സുധേട്ടൻ എന്ത് തെറ്റാ ചെയ്തതെന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുമ്പോ ഇവൻ ചെയ്യാം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കുവാണ് സച്ചി. തന്നെ നോക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ശ്രുതിയെ നോക്കുന്നതെന്ന് സച്ചിയുടെ അടുത്ത് ചോദിക്കുമ്പോ ഇവർ രണ്ടുപേരും ഫ്രോഡുകൾ തന്നെയാണല്ലോ, അവരെ കുറിച്ചിട്ട് അങ്ങനെയൊക്കെ പറയുന്നത്. ശ്രുതി എന്തായാലും സച്ചി പറഞ്ഞതിൽ ഒരു ന്യായമുണ്ട്. നമ്മള് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ മാത്രമേ നമ്മളെ ഒരാള് ഭയപ്പെടുത്തേണ്ട കാര്യമുള്ളൂ. അതിനൊച്ച ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഈ വീട്ടിൽ തന്നെ സുധിയേട്ടൻ എന്തോരം തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം വർഷ ചോദിക്കുമ്പോൾ അതൊക്കെ പിടിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അത് സുധിയേട്ടൻ പറഞ്ഞത് കറക്റ്റ് ആണ്. പിടിക്കപ്പെടാതെ ഒരു തെറ്റ് ചെയ്യാന് അല്ലെങ്കിൽ മറച്ചു വെച്ചുകൊണ്ട് ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സുധിയേട്ടൻ അതിനുള്ള ടാലന്റ് ഒന്നുമില്ല. സുധി നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാ അയാളെ ഭയപ്പെടുന്നത്? അങ്ങനെ നേരിട്ട് പോയിട്ട് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്താ പോരെ ഏട്ടാ പറഞ്ഞത്. വാടാ ഇത് നമുക്ക് പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുക എന്ന് പറഞ്ഞ് സച്ചി സുധിയെ കൂട്ടി പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും എന്തിനാണ് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുന്നതെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. അതെന്താ ശ്രുതി നീ അങ്ങനെ പറഞ്ഞു? ഈ ലെറ്റർ വന്നപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതോ ഒരു നോൺസെൻസ് ചുമ്മാ പണം തട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ചെയ്തതായിരിക്കും എന്ന്. ഇതുപോലെ പാർലറിൽ വന്നിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പണത്തിന് വേണ്ടി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഭയപ്പെടാതിരുന്നു കഴിഞ്ഞാൽ അവരവരുടെ പാട്ടിനങ്ങ് പൊക്കോളും. പോലീസ് കേസ് അതിന്റെയൊക്കെ പുറകെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബിസിനസിനെയാണ് ബാധിക്കുക. ശ്രുതി പറയുന്നത് കേൾക്കുമ്പോഴേക്കും അത് കറക്റ്റാണ് ശ്രുതി നീ പറഞ്ഞത്. പോലീസ് കേസ് എന്നൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് വിചാരിച്ചിട്ട് ആരും പിന്നെ ആ കടയുടെ പരിസരത്തേക്ക് വരില്ല. അതെ ആന്റി, ഇനി ശ്രുതിക്ക് ഇതുപോലെ എന്തെങ്കിലും ലെറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ അപ്പം നോക്കാം എന്ന് ശ്രുതി പറയും. ശ്രുതി പറഞ്ഞത് കറക്റ്റ് ആണ്, ബാക്കി നമുക്ക് അപ്പം നോക്കാം എന്ന് പറഞ്ഞിട്ട് രവി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. ശ്രുതിയാണെങ്കിൽ വേഗം ശ്രുതിയും കൂട്ടിയിട്ട് റൂമിലേക്ക് അങ്ങ് പോകുന്നുണ്ട്. അവരെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം സച്ചി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന്. പൗഡർ എടുത്ത് ഈ പ്രശ്നം പാതിയിൽ കട്ട് ചെയ്തിട്ട് പോയി, അതിലെന്തോ തെറ്റായിട്ടുണ്ടല്ലോ,
ഇത് ശ്രുതി കേൾക്കുന്നുണ്ട്. എന്തായാലും സച്ചേട്ടൻ ഇത് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം എല്ലാവരുടെ അടുത്തും പറഞ്ഞില്ലേ, അതങ്ങ് വിട്ടേക്കുന്ന രേവതി പറയുന്നുണ്ട്. ഇല്ലല്ല, ഏതോ ഒരുത്തൻ എന്റെ മേല് പഴിച്ചാരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും അവൻ ആരാന്നുള്ള കാര്യം ഞാൻ കണ്ടുപിടിക്കും. നവീനാണ് ഈ കാര്യം ചെയ്തതെന്നുള്ള കാര്യം സച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ ശ്രുതിയുടെ കാര്യത്തിലൊരു തീരുമാനമാവുമല്ലോ. അങ്ങനെ ശ്രുതി ആകെ പേടിച്ച് വരച്ചിങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ രംഗത്തോട് കൂടിയിട്ടാണ് എപ്പിസോഡിന്റെ റിവ്യൂ അവസാനിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യണേ. താങ്ക്